വസീഫിലേക്ക് തന്നെ തിരിവ് പോവാണ്. ഇപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, മലപ്പുറത്ത് താങ്കളുടെ തെരഞ്ഞെടുപ്പ് തോൽവി. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് താങ്കളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ജസ്റ്റ് കടന്നുകൂടുമെന്ന് വിചാരിച്ചിടത്ത് പോലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം UDF നേടുന്നത് പോലും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മലപ്പുറത്തെ താങ്കളുടെ പരാജയം ആ നിലയിൽ വലിയ ആഘാതമായി കാണുന്നുണ്ടാവണമെന്നില്ല താങ്കൾ വ്യക്തിപരമായി പോലും. പക്ഷേ അവിടെ ഞാൻ നേരത്തെ ചോദ്യം ഷെൻ ഷംസുദ്ദീൻ്റെ ഉത്തരത്തിലൂടെ ഒന്നുകൂടി ആവർത്തിച്ചെടുത്ത് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. നോക്കൂ, സമസ്തയിലെ AP വിഭാഗം പിന്തുണയ്ക്കുമെന്നും EK വിഭാഗത്തിലെ ഒരു വലിയ ശതമാനം വോട്ട് കിട്ടുമെന്നും നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൺസോളിഡേറ്റ് ചെയ്ത് UDFിലേക്ക് പോകുന്നു. അതേസമയം നിങ്ങളിപ്പോൾ പിണറായി വിജയൻ ഈ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വിമർശിച്ച് പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകളാണ് മുസ്ലിം സമുദായത്തിലേക്ക് കൂടുതൽ വേരൂന്നുന്നത്, സമസ്തയുടെ സാമൂഹികമായ ഇടപെടലല്ല. സാമൂഹികമായ ഇടപെടലിന് സമസ്തയാണ്. സമസ്ത ഇപ്പം ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കലായ ഇഷ്യൂ വരുമ്പോൾ സമസ്തയല്ല കേൾക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ശിവസീഫ്? നികേഷ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ ഈ രാജ്യത്തെടുക്കുന്ന സത്യസന്ധമായ രാഷ്ട്രീയ നിലപാട്, ആ നിലപാട് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ വിശ്വാസികൾ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും കാര്യക്ഷമമായി രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ, അവരുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ എല്ലാം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയും മുന്നണിയും ഞങ്ങളുടേതാണ് എന്നുള്ളത് ആ നിലപാടിൽ ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചു. എനിക്ക് അറിയേണ്ടത് ഞാൻ അതിലേക്ക് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. സമസ്തയുടെ ഞാൻ അതിലേക്കാ വരുന്നത് നികേഷ്. അതെ, അതാ ഞാൻ അതിലേക്കാണ് വരുന്നത് നികേഷേ. അതിൽ പല പല ഘടകങ്ങൾ ഉണ്ടാകും. ആ പല പല ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സമസ്തയുടെ വോട്ട് കിട്ടിയിട്ടില്ല, APയുടെ വോട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിട്ടിയിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തത്, ആരൊക്കെയാണ് വോട്ട് ചെയ്യാത്തത് എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഷംസുദ്ദീനൊക്കെ പറയുന്നുണ്ടല്ലേ, ഇതുകൊണ്ടാണ് മുണ്ടുടുത്ത മോഡി എന്ന് വിളിച്ചത് എന്നാ. CPIക്കാർ എവിടെ വിളിച്ചു എന്നാ പറയുന്നത്. ഇവർ ഊഹം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കമ്മിറ്റിക്കുള്ളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഗോസിപ്പുകൾ വെച്ച്, അല്ലെങ്കിൽ തോന്നലുകൾ വെച്ച്, പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വെച്ച് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ CPIക്കാർ വിളിച്ചത് വെച്ച് വിളിക്കേണ്ടവരാണോ? അത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരാണോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം? ഇത് നിങ്ങൾ എവിടെയും പറഞ്ഞതല്ല. മഹാന്മാരിരുന്ന കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപജയത്തിന്റെ ഉദാഹരണമാണ്. ചന്ദ്രിക പോലെയുള്ള ഈ രാജ്യത്തെ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയലിലാണ് നിങ്ങൾ ചരിത്രപരമായ മണ്ടത്തരം എഴുതി വെച്ചത്, അപകടം എഴുതി വെച്ചത്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലയൊറിയുന്നത്. നിങ്ങൾ ഈ രാജ്യത്ത് RSSന് കുടപിടിക്കുന്ന നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഭാവിയിൽ പറയേണ്ടി വരും. ഷംസുദ്ദീൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ എതിർപ്പുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഷംസുദ്ദീൻ അംഗീകരിക്കാൻ പറ്റില്ല, പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കാൻ ഷംസുദ്ദീന് പോലും പറ്റില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാ ഇവിടെയുള്ള ചോദ്യം. നിങ്ങളെ രാഷ്ട്രീയമായ ഒരു വിമർശനം ഉന്നയിച്ചതിന് എന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്ന്. രാഹുൽ ഗാന്ധിയെ ഏത് ഘട്ടത്തിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചത്? ആ വിമർശിച്ചത് മുഖ്യമന്ത്രി മാത്രമല്ല, ഞങ്ങളൊക്കെ വിമർശിച്ചത്. എന്നാ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തേ ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ രാജ്യത്തെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ തെളിമയാർന്ന നിലപാട് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോ പിന്നെ അത് പറയണ്ടേ? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ കോൺഗ്രസ് ഓടിപ്പോയപ്പോ പോലും